ആൽബർട്ട് ഐൻസ്റ്റീൻ, അതായത് ന്യൂട്ടന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷം സയൻസ് കണ്ട വിപ്ലവകരമായ പല തീരുമാനങ്ങളുടെയും ആത്മാവ് എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആലോചനകൾ ഒറ്റയ്ക്കായിരുന്നു, എല്ലാം ഒറ്റയ്ക്കായിരുന്നു. അതായത് 200 വർഷം പഴക്കമുള്ള ചരിത്രത്തെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടന്ന് ക്ലിയർ ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. കാരണം അയാൾ പറയുന്നത് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പം ചിന്തിക്കാൻ അയാൾ മാത്രമേ ഉള്ളൂ, ആലോചിക്കാൻ അയാൾ മാത്രമേ ഉള്ളൂ, തിയറി ഉണ്ടാക്കാനും അയാൾ മാത്രമേ ഉള്ളൂ. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. കാരണം ഒരു മാന്ത്രിക തലച്ചോറിൻ്റെ ഉടമയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സയൻസിൽ നിന്ന് ആശയമെടുക്കാത്ത ഒരൊറ്റ സയൻസ് പോലും ഇന്നില്ല. ഏറ്റവും ഉദാഹരണത്തിന് നമ്മൾ കാണിക്കുന്ന ഈ GPS പോലും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും. അതുപോലെ റോക്കറ്റുകൾ വിടുന്നത് എല്ലാം അദ്ദേഹത്തിൻ്റെ സയൻസുമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നിൽക്കുന്നത്. അപ്പം ഇത്രമാത്രം ആഴത്തിൽ ചിന്തിച്ച, ഇത്രമാത്രം ആഴത്തിൽ വേരോടിയ ഈ ചിന്തകൾക്കെല്ലാം കാരണമായിട്ട് അദ്ദേഹത്തെ 2 പ്രധാന പ്രിൻസിപ്പിളിലേക്ക് ഒതുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ എല്ലാ ആശയവും ഈ 2 പ്രിൻസിപ്പിൾസിൻ്റെ കീഴിലാണ് വരുന്നത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, 2 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി 1905 അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും അദ്ദേഹം രൂപകൽപ്പന ചെയ്തത്. ഇതിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് ആദ്യം കൊണ്ടുവന്നത്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു 4 കാര്യങ്ങളിൽ ചേർന്നതാണ് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇന്നും പലപ്പോഴും മനുഷ്യനെ കുഴപ്പിക്കുകയും ആശയങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് മൈക്കിൾ കൊമേഡിയനായിരുന്ന ചാർലി ചാപ്ലിൻ പറയുന്ന ഒരു വേർഡുണ്ട്. എല്ലാവർക്കും എൻ്റെ തമാശ മനസ്സിലാകുന്നത് കൊണ്ടാണ് ആളുകൾ എന്നെ ചിരിക്കുന്നതും എന്നെ ആഘോഷമാക്കുന്നതും. പക്ഷേ താങ്കളെ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണ്. കാരണം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു, അതാണ് സത്യം. അപ്പം ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സമവാക്യം തന്നെ 4 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ടൈം ഡയലേഷനാണ്. രണ്ടാമത്തത് കൺട്രാക്ഷൻ ഓഫ് ലെന്താണ്, ലെന്ത് കൺട്രാക്ഷൻ എന്ന് പറയും. മൂന്നാമത്തെ റിലേറ്റിവിറ്റി ഓഫ് സിമിൾട്ടേനിറ്റി എന്ന് പറയും. 4 മാസ് ആൻഡ് എനർജി ഈക്വലൈസേഷൻ എന്ന് പറയും. അതാണ് E=mc² എന്ന് പറയുന്നത്. ഇതിലെ 4 കാര്യങ്ങളും ഇന്നും കംപ്ലീറ്റ് അല്ല. കാരണം ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് മാത്രമേ അറിയാവുള്ളൂ. ഇതിൽ ഇനിയും എന്തോരം ഡെപ്തിലേക്ക് പോകണമെന്ന് ആർക്കും ഇപ്പോഴും ശരിക്കും ഒരു പിടിയുമില്ല. കാരണം ഇപ്പോഴും ഈ സമവാക്യവും ഇത് തിയറിയാണ് പറയുന്നതെങ്കിലും തിയറി നമുക്ക് ഒറ്റ വാക്കി പറയാമെങ്കിലും മാത്തമാറ്റിക്കിലൂടെ ഇത് പ്രൂവ് ചെയ്യുന്നതിന് വർഷങ്ങൾ പിന്നെയും എടുത്തായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ സമവാക്യങ്ങൾ അത് മാത്തമാറ്റിക്കൽ തിയറി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമെടുത്തു. അതേപോലെ തന്നെ ഈ മാത്തമാറ്റിക്കൽ തിയറിയുടെ ബലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ സയൻറ്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പിന്നെയും 100 വർഷം വരെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ച് 100 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറയുന്ന റിലേറ്റിവിറ്റി ഓഫ് സിമിൾട്ടേനിറ്റി എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ വേവ് എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ വരെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തത്. അതായത് ആശയം പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ആശയങ്ങൾക്ക് മാത്തമാറ്റിക്കൽ തിയറി ഉണ്ടാക്കാൻ പിന്നെയും വർഷങ്ങളെടുത്തു. പിന്നീട് അത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാനായിട്ട് പിന്നെ 100 വർഷം വരെ എടുത്തു. അപ്പം ഓർക്കുക എന്തുമാത്രം ആഴങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിലല്ല, ചില കാര്യങ്ങൾക്കൊക്കെ. ഗ്രാവിറ്റേഷണൽ വേവ് തെളിയിച്ചത് 100 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം
അത്രമാത്രം സയൻസിനെ എൻ്റെ ആത്മാവ് അത്രമാത്രം ദീർഘവീക്ഷണത്തോടെ കണ്ട ഒരു വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടൊരു ഫിസിക്സ് ഇല്ല. അതാണ് ഫിസിക്സും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം. ഇനി എന്താണ് ഈ ടൈം ഡയലേഷൻ? ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ടൈം എന്ന് പറയുന്നത് സ്പേസുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് സ്പേസ് എന്താണോ അത് തന്നെയാണ് ടൈം. അത് ജനറൽ തിയറിയിലാണ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആശയത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ടൈം എന്താണെന്ന് ചോദിച്ചാൽ ടൈം ഒരു മെഷർമെൻ്റ് ആണ്. ഇപ്പം സൂര്യൻ ഉണ്ടായിട്ട് എത്ര വർഷമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ബില്യൺസ് ഓഫ് ഇയേഴ്സ്. ഭൂമി ഉണ്ടായിട്ടോ അതും ബില്യൺസ് ഓഫ് ഇയേഴ്സ്. അപ്പം ഇത്രമാത്രം വലിയ ഒരു ക്ലോക്ക്, ഒരു ഘടികാരം, ആ ഘടികാരത്തിൽ നമ്മൾ അളക്കുന്ന ഒരു അളവ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡാണ് ഭൂമിയുടെ ആയുസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ഒരു കൃത്യത വേണം. ആ കൃത്യത എന്തുവാ? ഭൂമിയുടെ റൊട്ടേഷന്, ചന്ദ്രൻ്റെ റൊട്ടേഷന്, ഇതെല്ലാം കൃത്യമാണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്ത് ഭൂമിയുടെ ഒറ്റ റൊട്ടേഷൻ അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ആ ഒറ്റ റൊട്ടേഷന് ഇത്ര സമയം വേണം, 24 മണിക്കൂർ. സൂര്യനെ ചുറ്റാൻ എത്ര നാൾ വേണം? 1 വർഷം. ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ എത്ര സമയം വേണം? മന്ത്, 1 മാസം. ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ, കാരണം തെറ്റില്ലാതെ കൃത്യമായിട്ട് വരുന്ന ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഫ്രെയിം വർക്ക് ചെയ്തത്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ടൈം. പക്ഷേ യഥാർത്ഥ ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അത് ടൈം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഗ്രാവിറ്റിയോട് ചേർന്നിരിക്കുമ്പോൾ ടൈം കൂടും. ഗ്രാവിറ്റിയിൽ നിന്ന് എവേ ആവുമ്പം ടൈം കുറയും. ഗ്രാവിറ്റിയോട് അടുത്തിരിക്കുമ്പം ടൈം കൂടും എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ ചെന്ന് നമ്മൾ ഗ്രാവിറ്റി ചെക്ക് ചെയ്താൽ എന്തുണ്ടാവും? അത് കൂടുതലായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫീൽഡിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കൂടുതലായിരിക്കും. ഇതേ സമയം നമ്മളൊരു മൗണ്ടനിൽ കൊണ്ടുപോയി നമ്മുടെ ടൈം വെച്ചിട്ടുണ്ടെങ്കിലോ അത് കുറയും. ഇത് ഒരു ആറ്റോമിക് ക്ലോക്കുകൾ ഒരേ സ്ഥലത്ത് നിന്ന് 2 ഫിക്സ്ഡ് ടൈം ചെയ്തിട്ട് 2 കടലിൻ്റെ സൈഡിലും മൗണ്ടൻ്റെ മേളിൽ ചെന്നപ്പം ഒരു മാസം വെച്ചിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ അതിനകത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സുകളുടെ വ്യതിയാനം ഉണ്ടായിരുന്നു. ഇതാണ് ഒരു കാൽക്കുലേഷൻ. രണ്ടാമത്തെ സംഭവമാണ് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടൈം കൺട്രാക്റ്റഡ് ആവും. ഇതാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. സ്പീഡ് കൂടുന്നതിനനുസരിച്ച്, അതായത് പ്രകാശത്തിൻ്റെ വേഗതയിലുള്ള ഒരു ജെറ്റ് വിമാനത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ, നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജെറ്റ് വിമാനത്തിൻ്റെ ടൈം കുറവായിരിക്കും. ഇതാണ് നമുക്ക് ടൈം ട്രാവലർ എന്നൊക്കെ പറയുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് സയൻസിനെ നീങ്ങാൻ പ്രേരിപ്പിച്ചത്. കാരണം സ്പേസ് ജെറ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്ക് ടൈം കുറവായിരിക്കും. പക്ഷേ അത് ഒരു ഉദാഹരണമായിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അതിനകത്ത് ലോജിക്കൽ ഐഡിയ ഇല്ല, അതിലെ ലോജിക്ക് ഇല്ല. കാരണം നമ്മൾ സൂര്യനിലേക്ക് നല്ല സ്പീഡിൽ പോകുന്ന ഒരു ജെറ്റിനകത്ത് സൂര്യനിൽ നിന്ന് ബുധൻ നമ്മൾ മുന്നോട്ട് പോവുക, സൂര്യനിലെ ലക്ഷ്യമാക്കി പോവുക, നമ്മുടെ ടൈം ഫ്രെയിം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ ആ ജെറ്റിൽ നിന്ന് 10 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആളെക്കാളും നമുക്ക് ടൈം കുറവായിരിക്കും. കുറവാകാൻ കാരണം എന്താ? കാരണം അതിനകത്തെ ക്ലോക്കിൻ്റെ വ്യത്യാസമാണ്. അയാളുടെ 12 വർഷവും നമ്മുടെ 12 വർഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അയാളുടെ 10 വർഷവും നമ്മുടെ 10 വർഷവും, കാരണം 24 മണിക്കൂർ ക്ലോക്കാണ് നമ്മുടെ ഇവിടെ ഇരിക്കണമെങ്കിൽ മുന്നോട്ട് പോകുന്തോറും ക്ലോക്കിൻ്റെ ഘടന വ്യത്യാസം വരും. കാരണം റൊട്ടേഷൻ പാറ്റേണിൽ വ്യത്യാസം വരും. അപ്പം സ്പീഡ് കൂടുന്നതിനനുസരിച്ചും ഗ്രാവിറ്റേഷണൽ ഫീൽഡിനോട് ചേർന്ന് നിൽക്കുന്നതനുസരിച്ചും ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ടൈമിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കുറയും. ടൈം കൂടുതലായിരിക്കും, മേളിലേക്ക് പോകുന്തോറും കുറയും. ഇതാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഇനി ഭൂമിയിൽ നിന്ന് എവയാണ് നമ്മൾ പോകുന്നതെങ്കിലോ, നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്ക് പ്രായം കൂടുതലായിരിക്കും. അത് ചില നമ്മുടെ ഫിലിം സ്റ്റാറിലൊക്കെ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നൊക്കെ പറഞ്ഞ് ഗ്രാൻഡ് ഫാദറിനെ
നെ വന്ന് മാറ്റുക എന്നൊക്കെ പറഞ്ഞ ഒരു പ്രിൻസിപ്പിളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ലോജിക്കലി കണക്റ്റഡ് അല്ല. അത് കണക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ടൈമുമായിട്ട് മാത്രമാണ്. ഇതിനകത്ത് ഇതിൻ്റെ ലോജിക്കൽ സൈഡ് എന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കുന്ന സംഭവങ്ങളല്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ അകലും തോറും ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അകലും തോറും ടൈം ഫ്രെയിം കൂടുകയും ചെയ്യും, അടുക്കും തോറും കുറയുകയും ചെയ്യും. ഒപ്പം സ്പീഡും. കാരണം പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന സംഭവത്തിന് സ്പീഡ് എന്നും കുറവായിരിക്കും. ഇതാണ് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ലെന്ത് കൺട്രാക്ഷൻ. ലെന്ത് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതിനു മുമ്പ് നമ്മൾ റിലേറ്റിവിറ്റി ഓഫ് സിമിൾട്ടേനിറ്റി എന്ന് പറയുന്നത് മനസ്സിലാക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ എല്ലാം ഫണ്ടമെൻ്റൽ ആശയം എന്ന് പറയുന്നത് റിലേറ്റിവിറ്റിയാണ്. റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് കറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച്, ഭൂമിയിലാണ് അയാൾ ജീവിക്കുന്നത്, അയാൾക്ക് ഭൂമിയുടെ റൊട്ടേഷൻ മനസ്സിലാവുമോ? അയാൾക്കൊരിക്കലും മനസ്സിലാകത്തില്ല. അതിനൊരു എക്സാമ്പിളാണ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൻ്റെ അകത്തിരിക്കുക, നമ്മുടെ എല്ലാ ജനലും അടച്ചിട്ടേക്കുക, ട്രെയിൻ പ്രകാശത്തിൻ്റെ വേഗതയിൽ മൂവ് ചെയ്യുകയെന്ന് വെച്ചോ, അതിൻ്റെ അകത്തിരിക്കുന്ന നമുക്ക് അത് ഫീൽ ചെയ്യുമോ? ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു 30 സെൻറ്റിമീറ്റർ സ്കെയിലുണ്ടെന്ന് വെച്ചോ, അത് നമ്മൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. കാരണം അതിന് ചലനമില്ല. എന്തുകൊണ്ടാണ് ചലനം നമുക്ക് ഫീൽ ചെയ്യാത്തത്? നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് അടച്ചിട്ട കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ സ്പീഡ് മനസ്സിലാവും എപ്പോഴാണ് നമ്മൾ ആ ജനാലയൊന്ന് ഉയർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പുറകോട്ട് പോകുന്നതായിട്ട്. അവയ്ക്ക് ചലനമുണ്ട്, നമുക്ക് ചലനമില്ലെന്ന് തോന്നും. കാരണം എന്താ? നമ്മളാണ് ചലിക്കുന്നത്. പക്ഷെ നമുക്ക് തോന്നുവാണ് അതെല്ലാം ചലിക്കുവാണ്, നമുക്ക് ചലനമില്ലെന്ന്. അപ്പം വേറെ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി വർക്കൗട്ട് ആവുള്ളൂ. കാരണം റിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇതേ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന 30 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന സ്കെയിലിൻ്റെ ദൂരം അളക്കാൻ പറ്റും. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റത്തില്ല. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ മൂവ് ചെയ്യുന്ന ഈ ട്രെയിനിൽ നമ്മളെ കാണുന്ന ആൾക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. അയാൾക്ക് ഒരിക്കലും ഇത് അളക്കാൻ പറ്റത്തില്ല. അളക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? കാരണം അയാൾ സ്റ്റാൻഡ് ചെയ്യുക, അയാൾ മൂവ്മെൻ്റ് ഇല്ല. നമ്മളെ സംബന്ധിച്ച് മൂവ് ചെയ്യുക. നമ്മൾ മൂവ് ചെയ്യുന്ന റിലേറ്റിവിറ്റി ഓഫ് എന്ന സംഭവം റിലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മൂവ്മെൻറ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ എന്ത് കാര്യത്തെ നോക്കിയാലും നമുക്ക് മൂവ്മെൻറ്റ് തോന്നത്തില്ല. ആകാശം കറങ്ങുന്നു, ഗ്രഹങ്ങൾ കറങ്ങുന്നു എന്നേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. എന്നാൽ എല്ലാം കറങ്ങുന്നുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യാത്തതിൻ്റെ കാരണം ട്രെയിനിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ബാക്കിയെല്ലാം കറങ്ങുന്നത് ഓടുന്നുണ്ട്, പക്ഷെ നമ്മൾ ഓടുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പ്രോസസ്സ്. ഇതാണ്. എന്നാൽ കറങ്ങുന്ന 2 സ്ഥലങ്ങളിൽ നിന്നോ, ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിലെ സ്കൈയിലും ട്രെയിനിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാൾക്കോ, അയാൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ നമ്മളാണ് മൂവ് ചെയ്യുന്നത്. ട്രെയിൻ അവിടെ സ്റ്റാൻഡ് ചെയ്യുവാന്ന്. ട്രെയിൻ മൂവ് ചെയ്യാണ്, സ്റ്റാൻഡിൽ നിന്നാണ് പുള്ളി ആ കാര്യങ്ങൾ കാണുന്നതെന്ന്. ഇനി അടുത്തതാണ് ലെന്ത് കൺട്രാക്ഷൻ. ലെന്ത് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സംഭവത്തിന് ലെന്തിൽ ചെറുതായിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ലെന്ത് കൺട്രാക്റ്റഡ് ആവും. പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് അതിൻ്റെ വലിപ്പം ചെറുതായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. ഇതാണ് ലെന്ത് കൺട്രാക്ഷൻ. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ആ ലെന്ത് കൺട്രാക്റ്റഡ് ആയിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്താണ് E=mc². എന്ന് വെച്ചാൽ പ്രകാശത്തിന് സഞ്ചരിക്കുന്ന ദൂരവുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മാറ്ററും എനർജിയും ഒന്നാണെന്ന്, എനർജി ആൻഡ്
മാസ് ഈക്വലൈസേഷൻ എന്നാണ് ആ തിയറിക്ക് പറയുന്നത്. എനർജിയും മാസും ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടും ഒന്നാണ്. അപ്പം ചില കാര്യങ്ങളിൽ മാത്രം ആ എനർജി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആകാം. ചില കാര്യങ്ങളിൽ അത് സൂര്യനിൽ നടക്കുന്ന സംഭവങ്ങൾ, യുറേനിയം പ്ലൂട്ടോണിയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് ഈ എനർജി അൺലിമിറ്റഡ് ആകാം. അൺലിമിറ്റഡ് ആയിട്ട് എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശേഷി പദാർത്ഥങ്ങൾക്കുണ്ട്, ശരിക്കും ഉള്ളതാണ്. പക്ഷേ അത്രയും ഉയരത്തിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. അത്രമാത്രം അൺലിമിറ്റഡ് എനർജി ഉള്ളതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഓരോ മാറ്റർ. പക്ഷേ മാറ്ററിന് അത്രയും ശക്തി എടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ശക്തി എടുക്കാൻ പറ്റുന്ന മാറ്ററുകളും ഉണ്ട് താനും. എനർജിയും മാറ്ററും ഒന്നാണ് എന്ന് പറയുന്ന ഈക്വലൈസേഷനാണ്. ഒപ്പം ഇതിൻ്റെ എനർജി അൺലിമിറ്റഡ് ആണെന്നുള്ള ഒരു കാൽക്കുലേഷനാണ് E=mc². ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനി രണ്ടാമത്തതാണ് അദ്ദേഹത്തിൻ്റെ 10 വർഷം ചിന്തിച്ചിട്ടാണ് അദ്ദേഹം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ ആശയം ഉണ്ടാക്കുന്നത്. ഇതാണ് വളരെ കോംപ്ലിക്കേറ്റഡും സയൻറ്റിഫിക്കലി പിന്നീട് പ്രൂവ് ചെയ്തതുമായ കാര്യം. അത് ഒന്നാമത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് അതിനകത്ത്. അല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ മെയിൻ കാര്യം ഗ്രാവിറ്റിയെ അദ്ദേഹം ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് ടൈം കർവേച്ചർ. അതാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ടമെൻ്റലായ ആശയം. എന്താണ് ഈ സ്പേസ് ടൈം? സ്പേസ് ടൈം എന്ന് പറയുന്നത് ടൈം ഡയലേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതാണ്. സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഇലാസ്റ്റിക് പേപ്പറിൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഷീറ്റിൽ നമ്മൾ ഒരുപാട് ഭാരമുള്ള ഒരു സംഭവം എടുത്തു വയ്ക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കുഴിയും. അങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന ആ സ്പേസ് ടൈം കർവേച്ചറിനാണ് അദ്ദേഹം പറയുന്നത് സ്പേസ് ടൈം. അങ്ങനെയുണ്ട് സ്പേസ് ടൈം കർവ്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്പേസ് ടൈം എന്ന് പറയുന്നത്. ഇനി ആ എടുത്തു വച്ചേക്കുന്ന സാധനത്തിന് അദ്ദേഹം വിളിക്കുന്ന പേരാണ് മാറ്റർ. ഭൂമി എന്ന് പറയുന്നത് ഒരു മാറ്ററാണ്. ആ സ്പേസ് ടൈമിന് കുഴിയുണ്ടാക്കി ആ കുഴിക്കുള്ളിൽ കിടക്കുന്ന സംഭവമാണ് ഈ മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ തിയറിയുടെ യഥാർത്ഥ വശം, അതായത് സ്പേസ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസ് ടൈം സേസ് ടു മാറ്റർ ഹൗ ടു കർവ്. അതായത് സ്പേസ് ടൈം സേസ് ടു ദ മാറ്ററിനോട് എന്ത് പറയുന്നു? ഹൗ ടു കർവ്, എങ്ങനെ വളയണമെന്ന്. എങ്ങനെ വളഞ്ഞിരിക്കണം എന്ന് പറയുന്നത് സ്പേസ് ടൈമിനോട് പറയുന്നു, മാറ്റർ പറയുന്നു. ഇനി മാറ്റർ എന്താണ് സ്പേസ് ടൈമിനോട് ചോദിക്കുന്നത്? മാറ്റർ ആസ് ടു സ്പേസ് ടൈം ഹൗ ടു മൂവ്, എങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറയുന്നു. അതായത് ഭൂമിയോട് എങ്ങനെ മൂവ് ചെയ്യണം എന്ന് മാറ്ററിനോട് എങ്ങനെ കർവ് ചെയ്യണമെന്ന് ഭൂമിയും പറയുന്നു. ഇതാണ് അതിൻ്റെ സംഭവം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റബ്ബർ ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഭയങ്കര ഭാരമുള്ള ഒരു ഇരുമ്പ് കട്ട വെച്ചാൽ അതങ്ങ് കുഴിയും. അങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. കാരണം ആ സ്പേസ് ടൈം കർവേച്ചർ എന്ന് പറയും. ആ സ്പേസ് ടൈം കർവേച്ചറാണ് ആ കുഴി. ആ കുഴിയുടെ അതേ അളവിൽ കിടന്ന് യൂണിവേഴ്സിന് ഒരു റൊട്ടേറ്റിംഗ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ കൃത്യമായതുകൊണ്ട് അതേ കുഴി ഈ മാറ്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സൂര്യന് ചുറ്റും വളരെ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് പറയുന്നത് സ്പേസ് ടൈമാണ്. ഹൗ ടു മൂവ്, ഭൂമിയോട് പറയുന്നു എങ്ങനെ മൂവ് ചെയ്യണമെന്ന്. അപ്പം സ്പേസ് ടൈം എന്ന് പറയുന്ന ആ തരംഗം മൂവ് ചെയ്യാൻ പറയുന്ന പോലെ ഭൂമി ഉരുളുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതനുസരിച്ച്, ഈ തിയറി അനുസരിച്ച് അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞായിരുന്നു. കാരണം പ്രകാശം ഒരിക്കലും നേർരേഖയിൽ സഞ്ചരിക്കണമെന്നില്ല, പ്രകാശം ബെൻഡ് ചെയ്യുമെന്ന്. അതുവരെ ഉണ്ടായിരുന്ന തിയറി അനുസരിച്ച് പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കൂ എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ തിയറി അനുസരിച്ച്
ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് പറഞ്ഞു, ഇപ്പം സൂര്യൻ്റെ പുറകിൽ ഒരു സ്റ്റാർ ഉണ്ടെന്ന് വെച്ചോ. ആ സ്റ്റാർ സൂര്യൻ്റെ നിന്ന് വരുമ്പം സ്വാഭാവികമായിട്ട് സൂര്യനിൽ തട്ടിയിട്ട് അത് വളഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം സ്റ്റാറിൻ്റെ യഥാർത്ഥ പൊസിഷൻ അതായിരിക്കണമെന്നില്ല, എല്ലാം മൂവ്മെൻ്റ് ഉണ്ടാവും, കാരണം പ്രകാശം വളയും. അപ്പം 1919 സോളാർ എക്ലിപ്സാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച്. അതിനുശേഷം ഐൻസ്റ്റീൻ ഒരു സ്റ്റാറാണ്. കാരണം എന്താ, അദ്ദേഹത്തിൻ്റെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്താണ് അങ്ങനെ വളയുമെന്ന്. അപ്പം അത് വളയോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് സയൻറ്റിസ്റ്റുകൾ, ഈ വാനനിരീക്ഷകർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ സൂര്യന് ചുറ്റുമുള്ള ഒരു സ്റ്റാറിനെ പ്രത്യേകമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് പൂർണ്ണമായിട്ടും വന്ന് ഇതിനെ ക്ലോസ് ചെയ്തപ്പോഴും ഇതിൻ്റെ സൈഡിൽ കൂടി സൂര്യൻ്റെ വെട്ടം എല്ലാവർക്കും കാണാം. അങ്ങനെ കാണാൻ കാരണം എന്താ, പ്രകാശം വളയുന്നതുകൊണ്ടാണ്. ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു, സൂര്യന് ചുറ്റും ഉണ്ടായിരുന്ന സ്റ്റാറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് മൊമെൻറ്റിൽ എന്തുകൊണ്ടാണ് പൊസിഷൻ ചേഞ്ച് ചെയ്തത്? സ്റ്റാറിൻ്റെ ശരിക്കുള്ള പൊസിഷൻ സൂര്യൻ്റെ പുറകിലായിരുന്നു. സൂര്യൻ്റെ പുറകിൽ നിന്ന് വരുന്ന വെട്ടം സൂര്യനിൽ തട്ടി ബെൻഡ് ചെയ്താണ് ഭൂമിയിൽ എത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ നേർരേഖയിലാണ് കാണുന്നതെങ്കിലും ശരിക്കുള്ള പൊസിഷൻ സൂര്യനിൽ നിന്ന് പുറകിലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ തിയറി പ്രൂവ് ചെയ്തുകൊണ്ട്, ചരിത്രം കുറിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ലോകപ്രശസ്തനായ വ്യക്തിയായിട്ട് കരുതാൻ കാരണം. ഒപ്പം അത് ഭൂമിയുടെ റൊട്ടേറ്റിംഗ് പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പിന്നീട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു നമ്മൾ. അതെല്ലാം ഈ തിയറി വെച്ചാൽ. കാരണം ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ ഭൂമികുലുക്കവും അതുപോലുള്ള മഹാപ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഭൂമിയുടെ റൊട്ടേറ്റിംഗ് പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ചേഞ്ചിനെ, മൈന്യൂട്ട് ചേഞ്ച് പോലും ഡിക്റ്റേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന ആറ്റോമിക് ക്ലോക്ക് നമ്മുടെ ഉപഗ്രഹത്തിലിരിപ്പുണ്ട്. ആ ഉപഗ്രഹവുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ GMT ടൈം വർക്ക് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഭൂമിയുടെ ചേഞ്ചിനുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് അപ്പോഴേ ഡിക്റ്റേറ്റ് ചെയ്ത് GMT ക്ലോക്കിനെ അറിയിക്കും. GMT ക്ലോക്ക് വഴി നമ്മുടെ എല്ലാ മൊബൈലിലും GMT ടൈം വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഈ GPS വെച്ച് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ പൊസിഷനും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ആ ടൈം അനുസരിച്ച് സ്പേസിലിരിക്കുന്ന ആറ്റോമിക് ക്ലോക്കിലെ ടൈം അനുസരിച്ച് നമ്മുടെ GMT ടൈമിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഭൂമിയുടെ ഓരോ വ്യതിയാനവും നമുക്ക് മനസ്സിലാക്കി നമ്മുടെ GPS നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജനറൽ തിയറിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമവാക്യം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും ഇത് പലർക്കും ഒരു കീറാമുട്ടയാണ്. ഇതിൻ്റെ ഡീപ്പ് നോളജോ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂവൺ ഫാക്റ്റുകളോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ സൂപ്പർഫിഷ്യൽ ഈ തിയറി കൊണ്ട് ഒരു വളരെ നിസ്സാരമായിട്ടൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിലെ ഫണ്ടമെൻ്റലായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സൂപ്പർഫിഷ്യൽ നോളജ് മാത്രമാണ്. ഡീപ്പ് നോളജ് അത്രയ്ക്കും സയൻറ്റിഫിക്കൽ എഫിഷ്യൻ്റായ ആളുകൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.